പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്. PFRDF ബില്ല് രാജ്യത്ത് നിയമമായതോടെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം ഇല്ലാതാവുകയും പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരികയും ചെയ്തുവെന്നും ഇതിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് സംഘടന നേതൃത്വം നൽകുമെന്നും മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് PFRDA നിയമം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് 2004 ജനുവരി 1 ശേഷവും കേരളത്തിൽ 2013 ഏപ്രിൽ 1 ശേഷവും കയറിയവർക്ക് ഈ PFRDA നിയമമാണ് ബാധകം. ആ നിയമത്തിൽ ഉൾപ്പെട്ട് റിട്ടയർ ചെയ്യുന്നവർ ഇന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അത്ര പോലും പെൻഷൻ വാങ്ങാത്തവരായിട്ടാണ് പിരിഞ്ഞു വരുന്നത്. 1200, 1000, 1500 ഒക്കെയാണ് അവർക്ക് ലഭിക്കുന്ന പെൻഷൻ. വളരെ ഗുരുതരമായ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ സംഘടന നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. PFRDA നിയമത്തിൽപ്പെട്ട 2000-ഓളം പേർ കേരളത്തിൽ സർവീസ് പെൻഷൻകാരായി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഈ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ PFRDA നിയമം പിൻവലിക്കണം എന്നുള്ളത് സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അതുപോലെ 5 കൊല്ലത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ളത് കേരളത്തിൽ നിരന്നു വരുന്ന ഒരു കീഴ്വഴക്കമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2019 പരിഷ്കരിച്ചത്. വരുന്ന 7-8 തീയതികളിൽ പാലക്കാട് നടക്കുന്ന യൂണിയൻ ജില്ലാ സമ്മേളനം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സംഘടനയുടെ 33ാം ജില്ലാ സമ്മേളനമാണ് യാക്കര സുമംഗലി കല്യാണ മണ്ഡപത്തിൽ വെച്ച് 2 ദിവസങ്ങളിലായി നടക്കുക. 8-ന് രാവിലെ നടക്കുന്ന ജില്ലാ സമ്മേളനം വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മോയൻ LP സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പെൻഷൻകാരുടെ പ്രകടനം കോട്ട മൈതാനത്ത് സമാപിക്കും. തുടർന്ന് നടത്തുന്ന സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ V. ദണ്ഡപാണി, CS സുകുമാരൻ, KK സതീശൻ, K. രാധാദേവി, M. രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.